പിന്നെ മഞ്ജു ടീച്ചറെ ഇവിടെ 2 കുട്ടികളുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും ഇവിടെ സ്കൂളിലേക്ക് എത്തിക്കണം. പിന്നെ നിങ്ങൾ അവിടെ പോയിട്ട് പൊട്ടത്തരം ഒന്നും എഴുന്നള്ളിക്കരുത്, ഞാൻ സംസാരിച്ചോളാം. ഞാനല്ല ഇഞ്ഞ പൊട്ടത്തരം പിന്നെ ഞാൻ പൊട്ടത്തരം പറഞ്ഞാൽ അത്രയും കുട്ടികളെ കിട്ടിയത്. ഈ വീട്ടിലൊക്കെ പോയിട്ട് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങൾ മിണ്ടാണ്ടൊന്ന് നടന്നാ മതി, മനസ്സിലാക്കിയോ? നമ്മുടെ സ്കൂളിൽ പല സംഭവങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയും. കളിക്കുന്ന പാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ ഇല്ലെങ്കിലും ഇപ്പൊ കുറച്ച് കൂട്ടി പറയാ. അത് ഈ കുറച്ച് സമയം കൊണ്ട് എന്തെങ്കിലും ഒപ്പിച്ചുണ്ടാക്കുകയും ചെയ്യാം. മനസ്സിലായോ? എന്നറിയണ്ട, നടക്കാം അങ്ങോട്ട്. വീട്ടിലാരും ഇല്ലേ? ഒന്ന് വെല്ലടിച്ചു നോക്കാം. ഞങ്ങളൊന്ന് വെല്ലടിക്കും. താഴെ കീഞ്ഞ് നിന്നോളി, നേരെ കയറിന്നിട്ട് ഓർക്ക് ദേഷ്യം പിടിക്കണ്ട. ആരായിരുന്നു നിങ്ങൾ? എവിടുന്നാ? ചേച്ചി, ഞങ്ങൾ ഇവിടെ അടുത്ത് പുതിയതായിട്ട് തുടങ്ങിയ പ്രൈവറ്റ് സ്കൂളില്ലേ, TM സ്കൂൾ എന്നാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇവിടെ 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ എങ്ങനെയാ അഡ്മിഷൻ ഒക്കെ എടുത്തോ? നിങ്ങൾ സ്കൂളിൽ നിന്നാണല്ലേ? എന്റെ മോന് ഇവിടെ 2 മക്കളുണ്ട്. മൂത്തോള് 3ാം ക്ലാസ്സിലാണ്. ഓള് ഇവിടെ അടുത്ത ഗവൺമെന്റ് സ്കൂളിലാണ്. ഇളയോളെ ചേർത്താണെന്ന് പറയുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള അംഗനവാടിയിലോ എവിടെയെങ്കിലും ചേർത്താണെന്ന് പറയുന്നുണ്ട്. ഇളയോളെ ചേർത്തിട്ടില്ലല്ലേ? ഇളയ മോളെ ചേർത്തില്ലല്ലേ? എന്നാ പിന്നെ ഞങ്ങൾ TM സ്കൂളിൽ തന്നെ ചേർത്തുന്ന നല്ലത്. എന്താ വെച്ചാൽ അവിടെ ഇപ്പൊ കുറെ പുതിയ ഐറ്റംസ്, കുറെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള A to Z കാര്യങ്ങൾ ഞങ്ങൾ സ്കൂളിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവർക്ക് ടിഫിൻ എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ടിഫിൻ ഞങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ അല്ലാണ്ട് എന്താ പറയാ, രാവിലെ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കഴിപ്പിച്ചാലും അവർ കഴിക്കൂലല്ലോ. അപ്പൊ നമുക്ക് അവിടെ വന്നിട്ട് ഒരു ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഒരു ഇത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുള്ള നല്ലൊരു സ്കൂളാണ് TM സ്കൂള്. പ്രൈവറ്റ് ആകുമ്പോ നല്ല ഫീസൊക്കെ വേണ്ടി വരൂലേ? ഞങ്ങൾ ഇത്ര സാമ്പത്തികമുള്ളവരൊന്നുമല്ല. അതിനെക്കൊണ്ട് ഞങ്ങൾ സർക്കാർ സ്കൂളിൽ തന്നെ ചേർത്തുണ്ടാവുള്ളൂ. അതിനുമാത്രം പൈസ ഒന്നുമില്ല, കുറച്ച് അടച്ചാൽ മതി പൈസ. ചേച്ചി, വലിയ എമൗണ്ട് ഒന്നും ഇല്ല, കുറച്ച് ചെറിയ എമൗണ്ട് ഉള്ളൂ. അത് നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇങ്ങനെ അടച്ചാൽ മതി. അത് വലിയ കുഴപ്പമൊന്നും വരൂല. എന്തായാലും കുട്ടികൾക്ക് നല്ല ഒരു ഇംഗ്ലീഷൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സ്കൂളിലൊക്കെ ചേർത്തിയാലല്ലേ അത് റെഡി ആവുള്ളൂ. എനക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ സ്കൂളിൽ ഇത്ര കുട്ടികൾ ഫീസ് അടയ്ക്കാണ്ട് നിൽക്കുന്നു? അതല്ലേ ചേച്ചി, അത് കുറച്ച് പാവപ്പെട്ടവരൊക്കെ ഉണ്ടായപ്പോ ഞങ്ങൾ കുറച്ച് ഇളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഉള്ളവർക്ക് അതാ ഇപ്പൊ മഞ്ജു ടീച്ചർ പറഞ്ഞ. മക്കൾ ഇവിടെ ഉണ്ടോ? അന്ന് കാണാനാന്ന് വിളിക്കോ? ചേച്ചി, മക്കളോട് സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാലോ. ഇവിടെ ഉണ്ടെങ്കിൽ ചേച്ചി ഒന്ന് വിളിക്കോ അവരെ? മക്കൾ ഇവിടെ ഉണ്ട്. TV കാണാ, ഞാൻ വിളിക്കാം. മക്കളെ അങ്ങോട്ട് വരിക. ടീച്ചർമാര് വന്നിക്ക്, നിങ്ങൾ സ്കൂളിൽ ചേർത്താൻ വിളിക്കാൻ വന്നിക്കന്. പോയി നോക്ക. വരുവാ. ടീച്ചറുണ്ട് മുറ്റത്ത് നിൽക്കുന്നു. മറന്നുപോയി. ടീച്ചർ അങ്ങോട്ട് കയറി ഇരുന്നോളി. ഇങ്ങോട്ട് മറന്നു പോയതാ. ഞാനൊരു കസാരയും കൂടി എടുക്കാം. ശരി, ഇവിടേക്ക് മഞ്ജു ടീച്ചറെ ഇരിക്കും. പുറത്തേക്ക് ഇരിക്കും മഞ്ജു ടീച്ചറെ. മക്കളെ ഇങ്ങോട്ട് ചോദിക്കട്ടെ. മോള് എത്രാം ക്ലാസ്സിലാ? ഇവളാണോ ഗവൺമെന്റ് സ്കൂളാന്ന് പറഞ്ഞേ? മോള് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 3-ലാ? മോള് വാ. ഈ മോളല്ലേ നമ്മളെ സ്കൂളിലേക്ക് വരാനുള്ള മോളല്ലേ ഇത്? എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് പറയാം ഞങ്ങളെ സ്കൂള്. പാർക്ക് ഉണ്ട്, എന്തൊക്കെ ഉണ്ട്. നമുക്ക് ഞങ്ങളെ സ്കൂളിൽ പഠിക്കണ്ടേ? അടിപൊളി സ്കൂളാട്ടോ. ഇവളൊക്കെ സംസാരിക്കാത്തെ? അത്രയും സംസാരിക്കാൻ മടിയാണോ? നമുക്ക് സ്കൂളിൽ ചേർന്നിട്ട് അടിപൊളിയായിട്ട് സംസാരിക്കാം. അവിടെ ഞങ്ങള് സ്പീച്ച് തെറാപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എക്സ്ട്രാ കുട്ടികൾക്ക് കുറെ ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മോളെ, അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായി സംസാരിച്ച് നല്ല ഉഷാറാവണ്ടേ? ഇന്നലൊക്കെ കേറലുണ്ടോ മോള്? കേറലുണ്ടോ? എന്താ കേറാത്ത്? ഇനി സ്കൂളിൽ വന്ന ദിവസം കേറട്ടോ. ഓക്കെ, സെറ്റല്ലേ? ഓടിക്കളഞ്ഞോ? അങ്ങനെയാണ്. ഓർക്ക് TVയോ ഫോണോ കിട്ടിയാൽ മതി. 24 മണിക്കൂർ അതിന്റെ മുന്നിൽ തന്നെ ഇരിക്കുക. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാ ചേച്ചിയെ. ഇപ്പൊ കുട്ടികൾക്ക് ഫോണും TV മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ ഞങ്ങളെ സ്കൂളിൽ വന്നാൽ ഞങ്ങൾ അതൊക്കെ ശരിയായി കൊടുക്കും അല്ലേ മഞ്ജു ടീച്ചറെ? അതന്നെ. പിന്നെ ചേച്ചി, നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ബുദ്ധി വികാസത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ട്. അത് കുട്ടികൾ അത് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ ബുദ്ധി ഓട്ടോമാറ്റിക്കലി വികസിക്കുന്ന രീതിയിലാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത് ഞങ്ങള്. അതൊക്കെ എന്നോ വെടക്കായി പോയി. അല്ല, അത് പണ്ടത്തെ സാധനമാണ് പറഞ്ഞത് ചേച്ചി. മഞ്ജു ടീച്ചർ പറഞ്ഞ മുന്നേ ഞങ്ങൾ കുറെ സാധനം വാങ്ങിന്, അതൊക്കെ കേടായി പോയി. ഇപ്പൊ ഞങ്ങൾ പുതിയ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ എപ്പം വാങ്ങി ടീച്ചറെ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതൊക്കെ വാങ്ങി. പിന്നെ എന്തൊക്കെയാണ് കുട്ടികളെ കാര്യങ്ങൾ? എന്തൊക്കെയാ കുട്ടികളെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആക്റ്റീവ് ആണോ?
ടീച്ചർക്ക് ഈ സ്കൂളിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. ടീച്ചർ എന്തൊക്കെയാണല്ലോ പറയുന്നത്. എനിക്ക് വർത്താനം പറയാണ്ടേ മിണ്ടാണ്ട് അത് അറിവില്ലായിട്ടല്ല, ടീച്ചർ കുറച്ചു കാലം ലീവിലായിരുന്നു. ടീച്ചറെ മോള് പ്രസവിച്ചിട്ടേ, അപ്പൊ അതുകൊണ്ട് കുറച്ചു കാലങ്ങളായിട്ട് സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അത്ര അറിയാണ്ടായി പോയതാ. നിങ്ങള് പ്രസവിച്ചിട്ട് കുട്ടിക്ക് 1 വയസ്സായി. ഇനി എപ്പോഴാണ് ഞാൻ ലീവ് എടുത്തത്? നിങ്ങൾ എന്ത് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും എന്റെ മോൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു നോക്കാം നിങ്ങൾ പറഞ്ഞതൊക്കെ. ചേച്ചിയെ, മക്കൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. കാരണം ഞങ്ങൾ സ്കൂളിൽ ചേർത്തിയ പേരൻസ് ഒക്കെ പറഞ്ഞതാ. പിന്നീട് അടുത്ത വർഷം വരുന്ന സമയത്ത് ഒരു പറയലുണ്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന്. അപ്പൊ നിങ്ങളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാന്നുള്ള എല്ലാ അച്ഛനമ്മമാരെയും ആഗ്രഹമല്ലേ. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോന്റെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കി, അല്ലേ ടീച്ചറെ? അതന്നെ പിന്നെ അല്ലെങ്കിൽ മോന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ നേരിട്ട് വിളിച്ചോളാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നാലും മതി. നിങ്ങൾ ഉച്ച സമയത്ത് വന്നതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുക. നിങ്ങൾ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. വരി. അയ്യോ, ഭക്ഷണം ഒന്നും വേണ്ട. ടീച്ചർ നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാം. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേ. മനുഷ്യന് വിശന്നിട്ട് വയ്യ, എപ്പോഴാണ് ഒരു സ്റ്റാൻഡേർഡ്? വന്നു പോയത്. ടീച്ചർക്ക് വിശക്കുന്നുണ്ട്, ഒന്നാ കുറച്ച് കഴിച്ചിട്ട് പോയിക്കോളി. വരി, ഞാൻ എടുത്തേക്കാം. നിങ്ങൾ അകത്തേക്ക് ഇരിക്കട്ടോ, ഞാൻ ഭക്ഷണം എടുത്തേക്കാം. ഓ, എന്റെ മഞ്ജു ടീച്ചർ, നിങ്ങൾ മനുഷ്യനെ നാണം കെടുത്തല്ലോ. വിശക്കുന്ന ഇത്തിരി ചോറ് വന്ന് പോക, എന്നിട്ടാണ് സ്റ്റാൻഡേർഡ്. നിങ്ങളോട് ഞാൻ പുലിയുന്നു. ഈ വിഷന്ന് പുരിന്ന് പോകുമ്പോ ഹോട്ടലിൽ കയറിയാ പോരെ? വേണ്ട ഇവിടുന്ന് ഒരു ചോറ് തിന്നാൻ പറഞ്ഞില്ലേ, അത് തിന്നിട്ട് പോയാ മതി. ഭഗവാൻ, പൊരിയുന്നു. ഈ സാധനത്തിനെയും കൂട്ടിയായി പോലെ ഞാൻ അഡ്മിഷൻ എടുക്കാൻ വന്നത്. പറയാലും ചോറ് ഇനിയിപ്പൊ ഏതായാലും ഒരു ചോറ് എടുത്ത് നടന്നൂടാ അങ്ങോട്ട്. ടീച്ചർ നിങ്ങൾ വന്നോളി, ഞാൻ എന്താ ചോറ് വിളമ്പാ. ടീച്ചറെ ഇരിക്കുന്നതാ, ചോറ് തിന്നോളൂ, വിളമ്പിണ്ട്. ഞാൻ ഇരുന്നോളാം. അയ്യോ, എനിക്ക് കുറച്ച് ചോറ് മതി. പിന്നെ ഇവരെ അമ്മയൊക്കെ എവിടെ പോയി? ഇവിടെ ഇല്ലേ? ഒരമ്മ അവിടെ ഇല്ല, ഒരു വീട്ടിൽ പോയതാ. അവൾ പ്രസവിക്കാനായിക്കിന്. അപ്പം മൂന്നാമത്തെ കുഞ്ഞനുണ്ടോ? 9ാം മാസമായിട്ട്. ആണല്ലേ. അപ്പം മൂന്നാമത്തെ കുഞ്ഞനുണ്ടോ? 9ാം മാസമായിട്ട്. ആണല്ലേ. അല്ല, അപ്പൊ നമുക്ക് ആ കുഞ്ഞിനെ ഈ സ്കൂളിലേക്ക് തന്നെ ചേർത്താലല്ലേ? നിങ്ങള് പ്രസവിച്ചോട്ടെ, എന്നിട്ടല്ലേ നിങ്ങള് പറയാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി ചോറും കറി. മഞ്ജു ടീച്ചർ കൊണ്ടാവൂല. ഇറങ്ങാം. അപ്പൊ ചേച്ചി പറഞ്ഞത് നിങ്ങളോട് മറന്നുകൊണ്ടാ. എന്താ വെച്ചാല് നമ്മുടെ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂളാ. ഞാൻ പറഞ്ഞു നോക്കാം, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനോട് പറയാ. പക്ഷെ അവൻ ചേർത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റൂല. അത് നിങ്ങൾ ഈ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നോക്കാം. എന്താ വെച്ചാൽ നിങ്ങൾ ഒരു കോൺടാക്ട് നമ്പർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, നേരത്തെ തന്നിട്ടുണ്ടല്ലേ? അപ്പൊ അത് വെച്ച് ഞങ്ങൾ ഓരോരുത്തർക്ക് മെസ്സേജ് അയച്ചോളാം. കൂടാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. പിന്നെ ഇൻസ്റ്റാൾമെന്റിന്റെ കാര്യം, അത് ഫീസിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ ഏകദേശം കുട്ടീനെ ഞങ്ങൾ സ്കൂളിലേക്ക് ചേർക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോകുന്നത്. അപ്പൊ ഒക്കെ പറഞ്ഞ് ശരിയാക്കിയാൽ മതി. അപ്പൊ ശരി, ഇട്ടെന്ന് അറിയാം. ടീച്ചറെ പോവാന്നാല്. അപ്പൊ ശരി ചേച്ചി, എന്നാ ഒക്കെ നിങ്ങള് മോന്റെ അടുത്ത് പറഞ്ഞ് ശരിയാക്കിക്കോളെ. ഓക്കെ, താങ്ക് യു. ആ, മോള് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അജ്ജടാ, നോക്ക് ചോക്ലേറ്റ് വേണോ? ടീച്ചർ ബാഗിൽ ഒരു ചോക്ലേറ്റ് എടുത്തു കഴിച്ചോട്ടോ. നല്ല മോള് അമ്പലം സ്കൂളിൽ ചേരണ്ടേ അടുത്ത വർഷം? ടീച്ചർ കൊടുത്താല്. ടീച്ചറെ പോവാന്നാല്. എന്നാ ശരി കേട്ടോ. അല്ല മഞ്ജു ടീച്ചറെ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ പോകുമ്പോ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് സംസാരിക്കണമെന്ന്? ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ അവിടെ വായ തളിച്ച്? അടിപൊളി ചോറും കറിയും കിട്ടിയില്ലേ? നല്ല വിശപ്പിന് നല്ല അടിപൊളി ചോറും ചോദ്യം കറി. നിങ്ങളിപ്പോ ചോറിനാൻ പോയതാണോ അല്ലെ കുട്ടീനെ പിടിക്കാൻ പോയതാണോ? ഒരു കുട്ടീനെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പറയിപ്പിക്കണം എന്നെ കൊണ്ട്. ആ മാഷെ ഞാൻ കൂട്ടി പോയാ മതി എനിക്ക്. ആന്നേ, ചിരിക്കല്ലേ നിങ്ങള്? എന്ത് പറയുമ്പോ ചിരി. അവിടുത്തെ മൂത്ത ടീച്ചറല്ലേ, നിങ്ങൾക്ക് എന്തിട്ടാണ് ഒരു സ്റ്റാൻഡേർഡും ഇല്ല. ആരെങ്ങൾക്ക് അവിടെ എടുത്ത് കുട്ടിയെ കിട്ടി. അവിടെ നടക്കാൻ കൂട്ടി മാഷെ ഞാൻ കൂട്ടി പോയാ മതി.
കറിയും